നമസ്കാരം. ആർക്കൊക്കെയാണ് വ്യാഴദോഷങ്ങൾ ബാധിക്കുന്നത്? അതിനെന്തൊക്കെയാണ് പരിഹാരങ്ങൾ? വ്യാഴം, ജുപ്പിറ്റർ നമുക്ക് ഏറ്റവും അനുഗ്രഹം കൊണ്ടുതരുന്നൊരു ഗ്രഹമാണ്. എങ്കിലും പലർക്കും വ്യാഴത്തിൻ്റെതായ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. ഘോരഘോരഘോഷം ഈ വർഷം തന്നെ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വ്യാഴം മാറി. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമൊക്കെ വ്യാഴം മാറുക എന്ന് പറഞ്ഞാൽ പല പ്രകൃതിയിൽ പല വിക്ഷേപങ്ങളും സംഭവിക്കുമെന്നാണ് ആചാര്യന്മാര് പണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം നമ്മളിവിടെ സ്ഥിരം കാണുന്നുണ്ട്. 2 വർഷമായിട്ട് ഇപ്പം നമുക്ക് എന്താണ് മഹാവ്യാധികളിൽ നമ്മളിങ്ങനെ ഓരോരുത്തരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വ്യാഴമാറ്റം നമ്മൾ ഹോരഹോരം കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനുഭവിക്കാൻ ചിലർക്കേ പറ്റുന്നുള്ളൂ. പലരും അത് അനുഭവിക്കുന്നില്ല. ഗോചരവശാൽ ചാരവശാൽ വ്യാഴം 11-ൽ മറഞ്ഞു നിൽക്കുന്ന വ്യാഴം 11-ൽ വന്ന മീനക്കൂറുകാർക്ക് എല്ലാ ഗുണങ്ങളും കിട്ടുമെന്ന് പറഞ്ഞിട്ട് പകുതി മീനക്കൂറുകാർക്ക് പോലും ഗുണം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? പറയുന്നവരുടെ തെറ്റല്ല അത് ചെയ്തവരുടെ തെറ്റുമല്ല, വ്യാഴത്തിന്റെ തെറ്റുമല്ല. നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലവും ദശാന്തർകാലവും നിങ്ങൾക്ക് ശുഭനാണോ എന്ന് ആദ്യം നോക്കുക. ദശാകാലവും ദശാന്തർകാലവും നിങ്ങൾക്ക് ശുഭനാണ്, നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സമയങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ പറ്റും, അനുഭവിക്കാനും പറ്റും. അതല്ലാതെ നിങ്ങളുടെ ദശാന്തർകാലവും ദശാകാലവും വളരെ മോശമാണ് എങ്കിൽ, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളും ചെയ്ത് നിങ്ങളുടെ ഈ ഗോചരം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചാരവശാലുള്ള വ്യാഴത്തിന്റെ ഗുണങ്ങൾ നേടിയെടുക്കുക. വ്യാഴമാറ്റം നമ്മൾ ഘോരഘോരം പറയുമ്പോഴും അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും സങ്കടം. വ്യാഴം മാറുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഗുണങ്ങളൊന്നും കിട്ടാറുമില്ല. പലർക്കും അത് ഗുണങ്ങൾ കിട്ടാൻ വൈകുന്നുണ്ട്. എന്താ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഈ ശാസ്ത്രം തെറ്റാണ് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങുന്നത്. വ്യാഴം മാറിയാൽ പിറ്റേ ദിവസം പണം വരുമെന്ന് ചിന്തിക്കുന്ന പാവങ്ങളാണ് എല്ലാവരും. ഇത് കേട്ട ഉടനെ തന്നെ അത് കണ്ട് പിറ്റേ ദിവസം കയ്യും കെട്ടിയിരിക്കും. വ്യാഴം ഗോചരാൽ 3, 6, 8, 12 ജന്മരാശി എന്നിവയിൽ സഞ്ചരിക്കുന്നവർക്ക് 3, 6, 8, 12 ജന്മരാശിയിൽ സഞ്ചരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, 4, 10 ഭാവങ്ങളിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് വ്യാഴം ദോഷത്തിലേക്ക് വരാം. അപ്പോൾ ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഗുണം ചെയ്യുന്നില്ല. അശ്വതി, മകം, മൂലം, കാർത്തിക, ഉത്രം, ഉത്രാടം, മകയിരം, ചിത്തിര, വിട്ടം എന്നീ നാളുകാർക്ക് ആദ്യ 3 നാളുകാർക്ക് വ്യാഴം 7-ാം ദശയും, പിന്നീടത്തെ 3 നാളുകാർക്ക് വ്യാഴം 5-ാം ദശയും, അവസാനത്തെ 3 നാളുകാർക്ക് വ്യാഴം 3-ാം ദശയുമാകുന്നു. ഇനി 3, 5, 7 ദശകള് ഏത് ഗ്രഹത്തിന്റെ ആയാലും, വ്യാഴത്തിന്റെ ആയാലും ചൊവ്വയുടെ ആയാലും ബുധന്റെ ആയാലും എന്തിന്റെ ആയിക്കോട്ടെ, ഒരു വ്യക്തിയുടെ ഈ പറഞ്ഞ നാളുകളില് 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും ദശ ഏത് ഗ്രഹത്തിൻ്റെതായാലും, വ്യാഴം മാത്രമല്ല ഏത് ദശയായാൽ തന്നെയും ഗ്രഹം ദോഷപ്രധാനങ്ങളായിരിക്കും. 3, 7, 5 അത് ദോഷം തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3-ാം ദശ ഏതാണ്, 5-ാം ദശ ഏതാണ്, 7-ാം ദശ ഏതാണെന്ന് നോക്കിയിട്ട് അതിന് നമ്മൾ മുൻകൂട്ടി നോക്കിയിട്ട് ജാതകത്തിൽ നോക്കിയിട്ട് ആ ദശാകാലം തുടങ്ങുമ്പോൾ നമ്മൾ അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ നോക്കുക. ജാതകത്തിൽ വ്യാഴത്തിന് നീചം, മൗഢ്യം എന്നിവയുണ്ടെങ്കിൽ വ്യാഴദശയിലും മറ്റു ദശകളുടെ വ്യാഴാന്തർദശയിലും എല്ലാ ദശയുടെയും വ്യാഴത്തിന്റെ അന്തർദശയിലും ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ക്ലേശങ്ങളും അതിനുള്ള ദുരിതങ്ങളും കൂടുതലാണെന്ന് കാണുമ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ, പരിഹാരങ്ങൾ ചെയ്യാം. ഈശ്വരൻ മാത്രമേ നമുക്ക് ഇതിനൊരു അനുഗ്രഹമായിട്ട് തരാനുള്ളൂ. ഈശ്വരൻ തരുന്ന അനുഗ്രഹങ്ങളും ഈശ്വരനോട് ചോദിക്കുന്ന ഈശ്വരാനുഗ്രഹവും കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഗ്രഹനിലയിൽ വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിൽ നിന്നാൽ വ്യാഴദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അന്തർദശാകാലം വളരെയേറെ കഷ്ടപ്രദമായിരിക്കും. 3, 6, 8, 12 ഭാവങ്ങളിൽ നിന്നാൽ ഇടവം, മിഥുനം, കന്നി, തുലാം, മകരം, കുംഭം എന്നീ രാശികള് ലഗ്നമോ കൂറോ ആയിട്ടുള്ളവർക്ക് വ്യാഴദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അന്തർദശാകാലം അനുകൂലമാവില്ല. ഈ പറഞ്ഞ വ്യാഴദോഷമുള്ളവര് ആത്മാർത്ഥമായിട്ടുള്ള അനുഷ്ഠാനങ്ങള് അനുഷ്ഠിക്കുക, ഈശ്വരാനുഗ്രഹം നേടിയെടുക്കുക. പ്രാർത്ഥനയും കഠിന ദോഷങ്ങളെ പോലും സ്വാംശീകരിക്കാനുള്ള പ്രാർത്ഥനകളും പരിഹാരങ്ങളും ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങളെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. അതിന് കഴിയുമെന്ന് പണ്ഡിതമതം സൂചിപ്പിക്കുന്നുണ്ട്. അത് അനുഭവമുള്ളവരുമുണ്ട്. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക, ജന്മനക്ഷത്രങ്ങളിലോ പക്കപ്പിറന്നാളുകളിലോ ഒക്കെ നമ്മൾ വ്യാഴത്തിന് വഴിപാടുകൾ ചെയ്യുക. വ്യാഴ ഭഗവാന് വഴിപാടുകൾ കഴിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് പാൽപായസം നേദിക്കുക, മഞ്ഞപ്പെട്ട് നേദിക്കുക, തുളസിമാല അർപ്പിക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇതേപോലെയുള്ള അനുഗ്രഹകരമായ കാര്യങ്ങളെല്ലാം നിരന്തരമായിട്ട് നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നാൽ വ്യാഴത്തിന്റെ അപ്രീതി നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ദേവതാക്ഷേത്രത്തില്, നമ്മുടെ മൂലകുടുംബത്തില് കുടുംബദേവതാ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ നമ്മൾ വഴിപാടുകൾ കഴിക്കുക. അതൊരിക്കലും ഒഴിവാക്കാതിരിക്കുക. ഗുരുപൂജ,
ബൃഹസ്പതി പൂജ, വ്യാഴപൂജ ഇവയ്ക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. നവഗ്രഹ പൂജയിൽ ബൃഹസ്പതിയെ നമ്മൾ എല്ലാ ജന്മനാളുകളിലും പൂജിക്കാം. വിഷ്ണു സഹസ്രനാമം സ്ഥിരമായിട്ട് പാരായണം ചെയ്യുക, അത് ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നവർക്ക് മുൻജന്മ പാപങ്ങൾ പോലും അകലുമെന്നാണ് പണ്ഡിത മതാഭിപ്രായം.